എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 30 വൈകുന്നേരം 5 മണി വരെയാണ് LBS നഴ്സിംഗ് വെബ്സൈറ്റിലൂടെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് ജൂലൈ 30 വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങളുടെ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഓപ്ഷൻ നൽകുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ കോളേജുകളാണ് നിലവിൽ അപ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 23/2025 അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് ഡൗൺലോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഏതൊക്കെ കോളേജുകളാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ഈ ഒരു കോളേജ് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ പറ്റും BSc നഴ്സിംഗ് ഗവൺമെൻറ് കോളേജസ് നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും. അതിനുശേഷം മാത്രമാണ് പിന്നീട് ഈ ഒരു സെൽഫ് ഫിനാൻസ് അതുപോലെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക. സിമെറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അതുപോലെ തന്നെ ഈ ഒരു CPAS അതും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അതുപോലെ തന്നെ അതായത് ഗവൺമെൻറ്റിൻ്റെ സെൽഫ് ഫിനാൻസ് കോളേജാണ് CPASും അതുപോലെ തന്നെ സിമെറ്റ് എന്നിവ. അതുപോലെ തന്നെ പിന്നീട് അടുത്തത് സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ടാകും. അതുപോലെ തന്നെ അടുത്തത് ക്യാപ്പ് കോളേജ് ഉണ്ട്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണ്. അതായത് അത് കോപ്പറേറ്റീവാണ്, എന്നാൽ അതിൽ ഗവൺമെൻറ് കൂടി അതിൽ ആ ഒരു കോളേജുകളിൽ പങ്കാളിത്തമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്യാപ്പ്, അതായത് കോപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു കോളേജുകൾ. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു സെൽഫ് ഫിനാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജസ് ഈ ഒരു രീതിയിൽ ഓരോ ജില്ലയിലെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ജില്ലയിലെയും ചില കോളേജുകൾ നിങ്ങൾക്ക് ആ ഒരു കോളേജുകളുടെ പേര് ജസ്റ്റ് സാധാരണ പോലെ കൊടുത്തത് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ബ്രാക്കറ്റിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മൈനോറിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ മൈനോറിറ്റിയുടെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് മൈനോറിറ്റി സീറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ മൈനോറിറ്റി അല്ലാത്ത സീറ്റുകൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ കാണാം, നിങ്ങൾക്ക് മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഈ ഒരു രീതിയിൽ വിവിധ തരത്തിൽ സീറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്രമാത്രമാണ്. ഇപ്പോൾ നിലവിൽ നഴ്സിംഗിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ കോളേജുകളും നിങ്ങൾക്ക്, അതായത് എല്ലാ കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഗവൺമെൻറ് കോളേജ് മുൻഗണനാ ക്രമത്തിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം സെൽഫ് ഫിനാൻസ് കോളേജസ് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളോട് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് കോളേജാണ് കിട്ടുന്നതെങ്കിൽ 23,170 രൂപയാണ് ഫീസ് വരിക. അതേസമയം നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജസ് ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം ഫീസ് വരുന്നത് 1,10,000 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം അഡ്മിഷൻ നേടുന്ന ടൈമിലാണ് അടക്കേണ്ടത്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു ടൈമിൽ നിങ്ങൾ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയാൽ ഈ ഒരു ഫീസ് മുഴുവനായിട്ട് അടക്കണം. അതുപോലെ സെൽഫ് ഫിനാൻസിലാണ് കിട്ടുന്നതെങ്കിൽ 25,000 രൂപ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആ ഒരു സീറ്റ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് 25,000 രൂപ അടച്ചിട്ട് പിന്നീട് അഡ്മിഷൻ ടൈമിൽ ഏകദേശം ആ ഒരു ബാക്കിയുള്ള പൈസ ഏകദേശം ഒരു 89,000 അല്ലെങ്കിൽ 80,000 ആ റേഞ്ചിലാണ് ഫീസ് വരുന്നത്. അപ്പോൾ ആ ഒരു പൈസ അഡ്മിഷൻ ടൈമിൽ മൊത്തമായിട്ട് നിങ്ങൾ അത്രയും പൈസ അടക്കേണ്ടതായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫീസ് വരുന്നത്. ഇത് 1 ഇയർ ഫീസാണ്. ഈ ഒരു ഫീസ് എന്ന് പറയുന്നത് 1 ഇയറിലെ ഫീസാണ്. അപ്പോൾ നിങ്ങൾ SC ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ 1000 രൂപയാണ് അടക്കേണ്ടതായിട്ടുള്ളൂ. എങ്കിലും ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 1000 രൂപയെ ആകെ ടോട്ടലായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോക്കൺ ഫീസായിട്ട് 1000 രൂപ മാത്രമേ വരുന്നുള്ളൂ. എങ്കിലും അത് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ആ ഒരു ബാക്കിയുള്ള മുഴുവൻ ഫീസും നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതായത് ഏകദേശം 1,10,000 രൂപയിൽ ബാക്കിയുള്ള പൈസ എത്രയാണോ അത്രയും പൈസ നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു CPAS അല്ലെങ്കിൽ സിമെറ്റ് അങ്ങനെയുള്ള കോളേജുകളാണ് ഈ ഒരു SC ST അതുപോലെ തന്നെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുന്നതെങ്കിൽ അവിടെ ഈ ഒരു 1000 രൂപ മാത്രമേ ഉള്ളൂ. കാരണം ഗവൺമെൻറ്റിൻ്റെ ആ ഒരു കോളേജുകൾ സെൽഫ് ഫിനാൻസ് കോളേജസ് ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അത്രയും ഫീസ് മാത്രം വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രസ് റിലീസ് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രസ് റിലീസ് കൂടി നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രസ് റിലീസ് പ്രകാരം പറഞ്ഞിട്ടുള്ളത്, വിദ്യാർത്ഥികൾക്ക് ഒരു ജൂലൈ 30 വൈകുന്നേരം 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ജൂലൈ 30 വൈകുന്നേരം 5 മണി വരെ ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓഗസ്റ്റ് 1 വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു ട്രയൽ അലോട്ട്മെൻറ്റ്
വന്ന ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ജൂലൈ 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഓപ്ഷൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരുത്തേണ്ടത് അതൊക്കെ വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്ത് വരുത്താവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പ്രസ് റിലീസ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് സംസ്ഥാനതല പ്രസിദ്ധീകരണത്തിന് BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് മെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള കോളേജ് കോഴ്സ് ഓപ്ഷൻ സമർപ്പണം 2025 ജൂലൈ 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെ, ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 1-ന് പ്രസിദ്ധീകരിക്കും. അതായത് സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ 2025-26 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്ക് അപേക്ഷിച്ച് ഒരു lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷാർത്ഥികൾ വെബ്സൈറ്റിൽ കൂടി കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ 2025 ജൂലൈ 30-ന് വൈകുന്നേരം 5 മണി വരെ സമർപ്പിക്കേണ്ടതാണ്. വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കോളേജ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടത്. പുതിയ കോളേജുകൾ വരുന്ന മുറയ്ക്ക് ഓപ്ഷനുകൾ സമർപ്പണത്തിന് അവസരം നൽകുന്നതാണ്. ഓപ്ഷനുകൾ സമർപ്പിക്കാത്തവരെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതല്ല. ജൂലൈ 30 വരെ രജിസ്റ്റർ ചെയ്ത ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 1-ന് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിശദവിവരങ്ങൾക്ക് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ നേരത്തെ ഈ ഒരു അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താനായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത തിരുത്തലുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ മെഡിക്കൽ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതായത് 2025 ജൂലൈ 3, 4, 5 തീയതികളിൽ നടത്തിയ മെഡിക്കൽ ബോർഡിന് ഹാജരാവാൻ സാധിക്കാതിരുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 29/7/2025 തിരുവനന്തപുരം DME ഓഫീസിൽ വെച്ച് മെഡിക്കൽ ബോർഡ് നടത്തുന്നതാണ്. നേരത്തെ ഹാജരാവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇമെയിൽ വഴിയും പോസ്റ്റ് വഴിയും കത്തയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള രേഖകൾ സഹിതം അന്നേ ദിവസം രാവിലെ 9:30-ന് DME ഓഫീസിൽ ഹാജരാവേണ്ടതാണ്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു DME ഓഫീസുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ പങ്കെടുക്കുക. അത് നിങ്ങൾക്ക് മെയിലായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് കത്ത് മുഖേനയും അയച്ചിട്ടുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 29-ാം തീയതിയാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടത്. മെഡിക്കൽ ബോർഡിൽ നേരത്തെ പങ്കെടുക്കാൻ പറ്റാതിരുന്നവർ ആ ഒരു സമയത്താണ് പങ്കെടുക്കേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. വിദ്യാർത്ഥികൾ LBSൻ്റെ നഴ്സിംഗ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലോഗിൻ ഓപ്ഷൻ കാണാം. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാനുണ്ടാവും. അത് കൊടുത്ത ശേഷം വെരിഫൈ ചെയ്യുക. പിന്നീട് രജിസ്ട്രേഷൻ ID കൊടുക്കാനുണ്ടാവും. അതുപോലെ പാസ്വേഡ് കൊടുക്കാനുണ്ടാവും. അത് കൊടുക്കുക, സൈൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫോർ ട്രയൽ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് കോളേജ് കോഴ്സുകൾ അവിടെ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് അവിടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ അത് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ അല്ലെങ്കിൽ ഈ ഒരു CPAS ആണോ അതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് ഈ ഒരു ഗവൺമെൻറ് തന്നെ ഉണ്ടാവും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോളേജിൻ്റെ പേരിൽ ഗവൺമെൻറ് ഉണ്ടോ അല്ലെങ്കിൽ ഈ ഒരു CPAS ആണോ എന്നുള്ള കാര്യം നോക്കുക. കാരണം CPAS ഒക്കെ ആണെങ്കിൽ ഗവൺമെൻറ്റിൻ്റേതാണെങ്കിലും അത് സെൽഫ് ഫിനാൻസ് കോളേജസ് ആണ്. SC/ST വിദ്യാർത്ഥികൾ അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവിടെ ഫീസ് കുറവുണ്ടാവും. സാധാരണ വിദ്യാർത്ഥികൾക്ക് അത് റിസർവേഷൻ ഫീ കൺസെഷൻ ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് സാധാരണ സെൽഫ് ഫിനാൻസിലെ ഫീസാണ്. CPAS ആയാലും അല്ലെങ്കിൽ ഈ ഒരു സിമെറ്റ് ആയിരുന്നാലും ഫീസ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കോളേജിൻ്റെ പേരുണ്ടാവും. അതുപോലെ തന്നെ അത് സെൽഫ് ഫിനാൻസ് ആണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആണോ എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ പ്രൈവറ്റ് ആണോ എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ വിദ്യാർത്ഥികൾക്ക് ഈ എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് സാധാരണ കൊടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ ആ ഒരു ഫീസിൻ്റെ ഭാഗം ചിലപ്പോൾ കൊടുക്കാറില്ല. അപ്പോൾ ചില സമയത്ത് അവിടെയുള്ള ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഫീസ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തതായിട്ട് പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ കൊടുക്കാനായിട്ടുള്ള ആ ഒരു ബോക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നുള്ള ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിലീറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെ നേരെയും ഇതേ രീതിയിൽ തന്നെ കോളേജിൻ്റെ പേര്, കോളേജ് ടൈപ്പ് ഏതാണ്, അതുപോലെ തന്നെ ഓപ്ഷൻ കൊടുക്കാനുള്ള ബോക്സ്, അതുപോലെ തന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ബട്ടൺ, അതുപോലെ തന്നെ പിന്നീട് ഡിലീറ്റ് ഓപ്ഷൻ എന്നിങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഓപ്ഷൻ നമ്പർ കൊടുക്കാനുള്ള ബോക്സ് ഇതേപോലെ ഓരോ ഓപ്ഷൻ നേരെയും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്ഷൻ നമ്പർ എത്രാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഒന്നാമത്തേത് വേണ്ടത്. സാധാരണഗതിയിൽ നിങ്ങൾ ഗവൺമെൻറ് കോളേജ് ഫസ്റ്റ് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം ഒന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, പിന്നീട് രണ്ടാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, അത് തരാൻ പറ്റില്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്ഷൻ തരാൻ പറ്റുമോ, ആ ഒരു രീതിയിലാണ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗവൺമെൻറ് കോളേജ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. എന്നാൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നവർ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് ഗവൺമെൻറ് കോളേജ് കൊടുക്കുക. അതിനുശേഷം മാത്രമേ ഈ ഒരു സെൽഫ് ഫിനാൻസോ അല്ലെങ്കിൽ സി പാസ് പോലുള്ള കോളേജസോ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അഡ്മിഷൻ വേണ്ടതെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ ഒന്നാമതായിട്ട് വേണ്ടത് ആ ഒരു ഓപ്ഷൻ്റെ നേരെയുള്ള ആ ഒരു ഓപ്ഷൻ്റെ ബോക്സിൽ കൃത്യമായിട്ട് 1, അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ഏതാണ് വേണ്ടത് അതിന് 2, അടുത്തത് ഏതാണ് വേണ്ടത് 3, അങ്ങനെ 4 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് നമ്പർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് ഒക്കെ താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം 100-120 സ്കൂളല്ല, ഈ ഒരു നഴ്സിംഗിൻ്റേത് മാത്രം വന്നതുകൊണ്ട് ഏകദേശം അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് നഴ്സിംഗിൻ്റേത് ഏതാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് പാരാമെഡിക്കലിൻ്റേത് ഇനി അപ്രൂവ്ഡ് ആകുന്ന സമയത്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നഴ്സിംഗിൻ്റേത് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ വന്നിട്ടുള്ള ആ ഒരു ഓപ്ഷനൊക്കെ ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങളോട് അത് പറയാൻ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിട്ടുള്ള ഓപ്ഷൻ ഇപ്പോൾ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, പിന്നീട് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഏതെങ്കിലും അപ്രൂവ്ഡ് കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ വേണ്ടവർ ഇപ്പോൾ തന്നെ അത് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജാണോ വേണ്ടത് അതിനനുസരിച്ച് ഓപ്ഷൻ നമ്പർ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിപ്പോൾ ഒരു 50ാമത്തെ കോളേജ് ആ ഒരു നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് പിന്നീട് ആ ഒരു പേജ് ലോഡ് ചെയ്ത് മുകളിലത്തെ ആ ഒരു ഓപ്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും വരും. അപ്പോൾ അത് നിങ്ങൾ വീണ്ടും സ്ക്രോൾ ചെയ്തിട്ട് വീണ്ടും ഓപ്ഷൻ നമ്പർ കൊടുക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളിപ്പോൾ ഒരു 10, 30, 40 ഓപ്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10 ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ അത് സേവ് ചെയ്യുക. പിന്നീട് അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് 10ന് ശേഷം 11, 12 ഈ ഒരു രീതിയിൽ ഓപ്ഷൻ കൊടുത്ത് പിന്നീട് 20 വരെ കൊടുത്തിട്ട് അടുത്ത ആ ഒരു സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം പിന്നീട് 21ാമത്തെ ഓപ്ഷൻ മുതൽ ബാക്കി 30ാമത്തെ ഓപ്ഷൻ വരെ കൊടുത്ത ശേഷം പിന്നീട് സേവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സേവ് ചെയ്യാനായിട്ട് പറയുന്നത് അഥവാ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ബാക്ക് ബട്ടൺ അറിയാതെ എങ്ങനെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും 1 മുതൽ വീണ്ടും ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോ ഓപ്ഷൻ ആഡ് ചെയ്ത് ഓപ്ഷൻ നമ്പർ ഒരു മിനിമം 10 ഓപ്ഷൻ കൊടുത്ത ശേഷം പിന്നീട് അത് ആഡ് ചെയ്യാനും പിന്നീട് 11ാമത്തെ തൊട്ട് 20ാമത്തെ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം പിന്നീട് അത് സേവ് ചെയ്യാനും ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത കോളേജ് കോഴ്സിൻ്റെ ലിസ്റ്റൊക്കെ താഴെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് എന്നുള്ള ആ ഒരു ഭാഗത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഗവൺമെൻറ് കോളേജാണോ അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജസ് ആണോ ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ റിമൂവ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരു 10ാമത്തെ ഓപ്ഷനാണ് റിമൂവ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാനിപ്പോൾ ആ ഒരു 10ാമത്തെ ഓപ്ഷൻ്റെ നമ്പർ ഏത് ബോക്സിലാണോ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ബോക്സിന് നേരെയുള്ള ഡിലീറ്റ് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഡിലീറ്റ് ചെയ്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഇപ്പോൾ ഒന്നാമതോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും ഓപ്ഷൻ്റെ സ്ഥാനത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനെയാണോ ആ ഒരു ഭാഗത്ത് സേവ് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു ഓപ്ഷന് നേരെയുള്ള ബോക്സിൽ എത്രാമത്തെ ഓപ്ഷനായിട്ടാണോ അതിനെ സേവ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് ആ ഒരു മുകളിലെ ഓപ്ഷൻ കൊടുക്കാനുള്ള ആ ഒരു ബോക്സിൽ കൃത്യമായിട്ട് ഓപ്ഷൻ നമ്പർ എത്രാമതായിട്ടാണ് ഇപ്പോൾ ഒന്നാമതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റ് അപ്ഡേറ്റ് ആവുകയും നിങ്ങൾ ഒന്നാമതായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത ആ ഒരു ഓപ്ഷൻ ഒന്നാമതായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരികയും നിങ്ങളുടെ ഒന്നാമത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ഓപ്ഷൻ അത് രണ്ടാമതായിട്ടും രണ്ടാമത്തേത് മൂന്നാമതായിട്ടും അങ്ങനെ ചേഞ്ച് ആയിട്ട് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഇതേ രീതിയിൽ ഓപ്ഷൻ നൽകിയ പേജിൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷന് നേരെയുള്ള ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻ വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബോക്സ് നമ്പറിൽ എത്രാമത്തെ ഓപ്ഷനായിട്ടാണ് അതിനെ സേവ് ചെയ്യേണ്ടത് ആ ഒരു ബോക്സിൽ ഓപ്ഷൻ നമ്പർ കൊടുത്ത ശേഷം സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ സേവ് ചെയ്ത ശേഷം പ്രിൻറ്റ് ഓപ്ഷൻ സെലക്റ്റഡ് കോളേജ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രിൻ്റ് ഔട്ട് ഓപ്ഷൻസിൻ്റെ നിങ്ങൾ നൽകിയ ഓപ്ഷൻസിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. ഇനി നിങ്ങൾക്ക് ബാക്ക് അടിച്ച് ലോഗ് ഔട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ വീണ്ടും ചോദിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക, രജിസ്ട്രേഷൻ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ഓപ്പൺ ആയിട്ട് വരും. പിന്നീട് അവിടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ അവിടെ കാണാൻ പറ്റും. നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള ആ ഒരു ബോക്സിൽ കൃത്യമായിട്ട് ഓപ്ഷൻ നമ്പർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണോ അല്ലെങ്കിൽ റീ അറേഞ്ച് ചെയ്യണോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ ഒരു ഓപ്ഷൻ്റെ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസിനെ
പുതുതായിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത ശേഷം സേവിൽ ക്ലിക്ക് ചെയ്യേണ്ടതും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഓപ്ഷൻ നമ്പർ കൃത്യമായിട്ട് കൊടുത്ത ശേഷം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യേണ്ടതുമാണ്. ഇങ്ങനെ സേവ് ചെയ്ത ശേഷം നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ വരുത്തിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ വരുത്തിയ ചേഞ്ചുകൾ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അത് ഉറപ്പുവരുത്തിയ ശേഷം പിന്നീട് നിങ്ങൾക്ക് സാധാരണ ചെയ്തതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ അതായത് ഓപ്ഷൻ കൊടുത്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഓപ്ഷൻ എഡിറ്റിംഗ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ജൂലൈ 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നൽകുന്ന ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ട് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന ശേഷവും നിങ്ങൾക്ക് ഇതേ രീതിയിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിലോ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊക്കെ കോളേജിൽ ഏതൊക്കെ കോഴ്സിലേക്ക് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോൾ നഴ്സിംഗ് വന്നതുകൊണ്ട് നഴ്സിംഗ് ഏതൊക്കെ കോളേജിലാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഗവൺമെൻറ് കോളേജാണെങ്കിൽ അത് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ജൂലൈ 30-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങളുടെ ഓപ്ഷൻസ് എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഓപ്ഷൻ നൽകാത്ത വിദ്യാർത്ഥികളെ യാതൊരു കാരണവശാലും ട്രയൽ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള നഴ്സിംഗ് കോളേജസ് ഓപ്ഷൻസ് നിങ്ങൾക്ക് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ശേഷം ആഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് വന്നിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പുതിയ അപ്ഡേറ്റഡ് കോളേജസ് ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം ഇപ്പോൾ വന്ന കോളേജുകൾ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന കോളേജ് കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിച്ചൊരു കാര്യമാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ആ ഒരു കോഴ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ഒരു പൈസ റീഫണ്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ റീഫണ്ട് കിട്ടാനായിട്ട് ഏകദേശം ഒരു 4-5 മാസമൊക്കെ എടുക്കുന്നതാണ്. അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ ആ ഒരു സീറ്റ് റദ്ദാക്കപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾക്ക് ഫീസ് റീഫണ്ട് കിട്ടാനായിട്ട് കുറേ കാലം എടുക്കുന്നതാണ്. അത് ഫീ അടച്ച ശേഷം പിന്നീട് അത് റീഫണ്ട് കിട്ടണമെങ്കിൽ ഏകദേശം കുറേ ടൈം എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.